ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് 2 മണിയായപ്പോൾ നമ്മൾ കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. നമ്മുടെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ട് ഫംഗ്ഷൻ ആയിരുന്നു, അതിനു വേണ്ടിയാണ് നമ്മൾ വന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് അമ്മയുടെ പൂങ്കാവനമൊക്കെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ചെടി കണ്ടോ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതലുള്ളതാണ്. ഇതെന്തായാലും വളർന്ന് പന്തലിച്ച് ഇത്രയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നൂലുകെട്ട് നടത്തുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നൂലുകെട്ട് 9:30-ക്കായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ എണീറ്റപ്പോൾ 10:30-ആയി. പിന്നെ പയ്യെ അങ്ങോട്ട് ചെന്നപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. ഇതാണ് നമ്മുടെ ബേബി, ഋതുവേദ എന്നാണ് പേര്. എന്തായാലും കുഞ്ഞുമണിയൊക്കെ സുഖമായിട്ടിരിക്കുവാണ്. ഞാൻ പിന്നെ വീട്ടിൽ ചെന്നതിൻ്റെ സന്തോഷം, ആരെ കണ്ടാലും കത്തി വെച്ചുകൊണ്ടിരിക്കുവാണ്. ആരും വെറുതെ വിടുന്നില്ലായിരുന്നു. വളവളാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞാവ നൂല് കെട്ടിയതിൻ്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു. ചേച്ചിയുടെ കൈ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ചൂട് പറ്റി അങ്ങ് കിടക്കുവാണ്. അവിടെ ഇഷ്ടം പോലെ കുഞ്ഞാവ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വേറൊരു ചേട്ടൻ്റെ കുഞ്ഞാണ്. അവന് സുഖമായിട്ട് അമ്മയുടെ കയ്യിലിരിക്കുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, വിശപ്പിൻ്റെ വിളി കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് അമ്മയുടെ നല്ല ചോറും തൈരും മീൻ തോരനും ബീഫും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും മീൻ വറുത്തതുമൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചു. ഇവിടെ എൻ്റെ കുഞ്ഞുമണിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ അതേ ഒരു സൈഡിൽ നമ്മൾ പോർക്ക് കഴുകി വെച്ചേക്കുന്നു, അതിനുള്ള ഉള്ളിച്ചട്ട അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ ചേച്ചിയും ചേട്ടനും കൂടെ അതേ എല്ലും കപ്പ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. എന്താവോ എന്തോ, രണ്ടും കൂടെ എന്തായാലും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേന് നാത്തൂൻ്റെ മുടിയേൽ മക്കൾ രണ്ടും കൂടെ അതേ കുത്തപ്പിനാറൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ എല്ലാത്തിനും അങ്ങ് നിന്ന് കൊടുക്കും കേട്ടോ. ചേച്ചി കണ്ടില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. എന്തോ അച്ഛനും അമ്മയും കൊച്ചും കളിക്കുവാന്ന് തോന്നുന്നു. കൊച്ചിന് സ്കൂളിൽ വിടാനുള്ള ഫൈറ്റാണ്. എന്തായാലും അത് നടക്കുന്നുണ്ട്. രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എത്തിയോണ്ട് അവരും സർപ്രൈസ് ആയിപ്പോയി. നമ്മളും പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാതെ പോയോണ്ട് നമുക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മ എന്തിനോ വേണ്ടി ഉള്ളി വഴറ്റുന്നു. എനിക്ക് തോന്നുന്നു ബീഫ് കറിക്കാണ്. ഇതാണ് എൻ്റെ അനിയൻ. അവൻ വീഡിയോ എടുക്കണമെന്നാണ് കേട്ടോ പറഞ്ഞത്. ആർക്കൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? കുഞ്ഞുമണിക്ക് ചെറിയൊരു ചുമയുണ്ടായിരുന്നു. ഇനി ഞാൻ മരുന്ന് കൊടുക്കുവാണ്. ഭയങ്കര പാടാണ് ഇവൾ മരുന്ന് കുടിക്കാൻ. പിന്നെ ചേച്ചിയുടെ മോനാണത്. അവൻ ഓരോന്നൊക്കെ കാണിച്ച് ശ്രദ്ധ തിരിക്കുമ്പോഴത്തേന് മരുന്ന് കൊടുത്തു. അങ്ങനെ എന്തായാലും മരുന്നൊക്കെ കുടിച്ച് അവൾക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾ ഓക്കെ ആയിട്ടിരിക്കുന്നു. ഇവൾ ആരുടെയും കൈ പോകത്തില്ലായിരുന്നു കേട്ടോ. ഇതാണ് അവളുടെ ഏറ്റവും സേഫ് സോണ്. ചേട്ടൻ്റെ കയ്യിൽ എപ്പോഴും അവൾ സേഫായിട്ട്, ഞാനും ഏട്ടനും കഴിഞ്ഞ പിന്നെ ഏറ്റവും സേഫായിട്ടിരിക്കുന്ന ഒരു കൈയാണ് അവിടെ. കുഞ്ഞുമണി ഇതേ സെറ്ററിലൊക്കെ കയറിയിട്ടുണ്ട്. അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. സെറ്ററിലൊക്കെ കയറി അവൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ്. അത് ചേട്ടൻ്റെ മൂത്ത കൊച്ച കേട്ടോ. അവനുമായിട്ടായിരുന്നു കളി മൊത്തം. എന്തായാലും അവൾ ഹാപ്പി, നമ്മൾ ഹാപ്പി, എല്ലാവരും സന്തോഷമായിട്ടിരുന്നു. കുറേ നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ 2 ദിവസത്തേനാണ് പോയത്. തലേ രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളൊരു ഇടുക്കി യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 3:30-4 മണിയോടെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. എന്തായാലും എല്ലാവരും ഹാപ്പി. താങ്ക് യു.